ഈ മലപ്പുറം സമ്മേളനത്തിന് ശേഷം CPM-ൽ ഇതാദ്യമായി പിണറായിയെക്കുറിച്ച് കുഞ്ഞു ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. CPM-ൽ വീണ്ടും ഒരു തലമുറ മാറ്റമൊക്കെ ആലോചിച്ച് തുടങ്ങുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കൂ, കേന്ദ്ര കമ്മിറ്റി എല്ലാം കഴിഞ്ഞിട്ട് നേതാക്കളുടെ ധാർഷ്ട്യം കേരളത്തിലെ പരാജയത്തിന് കാരണമാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വന്നു. അതിന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നു അത് പിണറായിയെ ഉദ്ദേശിച്ചല്ല, അത് എൻ്റെ തലയിൽ കോഴിപ്പൂടയില്ല എന്ന് പറയുന്ന പോലെ അത് പിണറായിയെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞൊരു മുൻകൂർ ജാമ്യം ഗോവിന്ദൻ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ പിണറായിയെക്കുറിച്ച് ചർച്ചകൾ CPM-ൽ ആരംഭിച്ചിട്ടുണ്ട്. പിണറായിക്കാണെങ്കിലും പ്രായമായി, ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചമല്ല, ഒരുപക്ഷെ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് പിണറായി ഉണ്ടാവാനും സാധ്യത കുറവാണ്. അപ്പോൾ CPM-ൽ ഒരു തലമുറ കൂടി മാറുകയാണോ, അല്ലെങ്കിൽ ഒരു നേതാവ് കൂടി മാറുന്നതിനുള്ള തുടക്കം തുടങ്ങിക്കഴിഞ്ഞു? പിണറായിക്ക് ശേഷം ആരായിരിക്കും? പിണറായിക്ക് ശേഷം ആരായിരിക്കുമെന്നുള്ളത് തീർച്ചയായും പാർട്ടി ചർച്ച ചെയ്ത് ആലോചിച്ച് അവർ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇത്ര അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ എറണാകുളത്താണല്ലോ നിൽക്കുന്നത്. എറണാകുളത്ത് പലപ്പോഴും ഈ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കുന്നൊരു രീതിയുണ്ട്. എറണാകുളത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത മണ്ഡലമാണ് ഇല്ല, എറണാകുളം തൃക്കാക്കര മണ്ഡലം. അപ്പോൾ ഇത്രയും ഈ വലിയ നേതാക്കന്മാർ പ്രവർത്തിച്ചൊരു മേഖലയാണ്. ഒരു പെട്ടെന്ന് പറയാൻ തന്നെ 5-10 പേരെങ്കിലും ആ പഴയ തലമുറയിലുണ്ടാവും. അതിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള KN രവീന്ദ്രനാഥിൻ്റെ കാര്യം ആരും ഓർക്കുകയില്ല. എം ലോറൻസ് അവസരയായി അല്ല, ഞാൻ പറഞ്ഞ ഒരു നിര ഒരുപാട് പേരുണ്ടായിരുന്നു. വിശ്വാസമേനോൻ ഒരുപാട് പേരുണ്ട്. മറ്റേ ഈ ബാലാനന്ദൻ, അങ്ങനെ എത്രയോ പേരുണ്ട്. ആ ജില്ലയിലാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കുന്നൊരു രസകരമായ കോമഡി. അത് കുറച്ച് കാലം മുമ്പ് ഒരു ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ആ ബൈ ഇലക്ഷനിൽ എനിക്ക് വലിയ കൗതുകം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളും സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലും, അത് പത്രവാർത്ത വരും. അപ്പോൾ അയാൾ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പിറ്റേ ദിവസത്തെ വാർത്ത വരും. ഇങ്ങനൊരു കോമഡി ഷോ എല്ലാ ദിവസവും. ഞാൻ ഓർക്കുന്നുണ്ട്, K. ബാലചന്ദ്രൻ പഴയ മേയർ അങ്ങോരോ വീട്ടിൽ പോകുന്നു, അങ്ങോര് തയ്യാറില്ല, അങ്ങനെ ഓരോരുത്തരുടെ. അവസാനം ആ ഇലക്ഷനിലാണ് ആ സിനുലാലിനെ മത്സരിപ്പിക്കുന്നത്. ഒരു ബൈ ഇലക്ഷൻ. അപ്പം എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളൊരു തോന്നൽ, ഈ ബൈ ഇലക്ഷൻ ആണല്ലോ, ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ഒഴിഞ്ഞത് കൊണ്ടാണല്ലോ ബൈ ഇലക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ, ഈ ഒഴിവ് വന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ സമയമൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു 5-6 മാസം സമയമുണ്ടല്ലോ. ഇയാൾ ഒഴിഞ്ഞാൽ അവിടെ ഒരു ഒഴിവ് വന്ന് ഇനി ആരവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി തലത്തിലെങ്കിലും ഒരു ധാരണ ഉണ്ടാകണമല്ലോ. അതിന് പകരം ഇതിങ്ങനെ കോമഡി ഷോ പോലെയാക്കി ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കാര്യമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു പിരിമുറുക്കം നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ജില്ലയിലുള്ള ചില നേതാക്കന്മാരോട് ഞാൻ അന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ നമ്മുടെ S. രമേശനെ നിർത്താൻ, നമ്മുടെ കവി. അപ്പോൾ ഞാൻ കണ്ട ഒരു അനുകൂല ഘടകം എന്താണെന്ന് വെച്ചാൽ, S. രമേശൻ ഈ മഹാരാജാസ് കോളേജിലൊരു വലിയ ആളായിരുന്നു. എന്നുവെച്ചാൽ 2 ടൈമിൽ ചെയർമാനായിരുന്ന പട്ടികജാതിക്കാരനാണ്. അത് അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരു അംഗീകാരം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അങ്ങൊരു നല്ല പ്രഭാഷകനും അധ്യാപകനും മനുഷ്യപ്പറ്റുള്ള ഒരാളും എനിക്കൊക്കെ വലിയ ബഹുമാനമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് എറണാകുളം ഇവിടെ ഇങ്ങനെ ഈ പട്ടികജാതിക്കാർക്ക് അധികം വോട്ടില്ല. ഞാൻ പറഞ്ഞു, പട്ടികജാതിക്കാർക്ക് വോട്ടുണ്ടെന്നൊക്കെ അവർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ലേ. മാത്രമല്ല ഈ മഹാരാജാസ് കോളേജ് വികാരമൊക്കെ നടക്കി ഈ ഇദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ സ്വാധീനമൊക്കെ ചെയ്താൽ വലിയ കാര്യമല്ലേ. മാത്രമല്ല ഒരു ജനറൽ സീറ്റിൽ ഞങ്ങളൊരു പട്ടികജാതിക്കാരൻ നിർത്തുന്നു ഒരു അഭിമാനമുണ്ട്, ഒരു ജനറൽ സീറ്റിൽ പട്ടികജാതിക്കാരൻ നിർത്തുന്നു. അപ്പോൾ അന്ന് അവസാനം എന്നോട് പറഞ്ഞ മറുപടി, അയാളുടെ മറ്റേ ഗ്രൂപ്പാണ്, അന്ന് പാർട്ടിയിനകത്ത് ഗ്രൂപ്പൊക്കെ ഉള്ള സമയമാണ്. പിന്നെ ഞാൻ നമ്മളെ നിർദ്ദേശത്തിനൊരു പ്രസക്തിയില്ലെന്ന്, നമ്മൾ അപ്രസക്തരാണെന്ന് എനിക്കും മനസ്സിലായി. കാരണം ഇതിപ്പോൾ ഒരു ഇലക്ഷൻ ജയിക്കാൻ നേരത്തെ ഏത് ഗ്രൂപ്പായാലും എന്താ, പാർട്ടിയിലേ ജയിക്കേണ്ടത്. അതൊന്നും ആയിരിക്കില്ല ഗ്രൂപ്പ്. CPM-ന് ഇപ്പോഴും ഒരു ജനറൽ സീറ്റിൽ ഒരു പട്ടികജാതിക്കാരനെ മത്സരിപ്പിക്കാൻ പേടിയാണ്. പറ്റില്ല, ഭയമാണ്. വിപ്ലവമൊക്കെ പറയും, അതൊക്കെ വിപ്ലവമൊക്കെ വല്ലവരുടെ സർവേ നമ്പർ. നോക്കൂ, ദേവസ്വം മന്ത്രിയായിട്ട് കേളു വന്നപ്പോൾ ദേവസ്വം മാത്രം കൊടുത്തില്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ എറണാകുളത്തുള്ള ഈ പ്രതിഭാസം. ഇപ്പോൾ ഒരിക്കൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒരിക്കൽ
ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ മത്സരിച്ചത് എന്തോ ഷൈൻ ടീച്ചർ, അതുപോലെ ഇവിടെ അസംബ്ലിയിലേക്ക് ഷൈൻ ടീച്ചർ പിന്നെ പാർട്ടിക്കാരിയാണെന്നെങ്കിലും പറയാം. പാർട്ടിക്കാരിയാണെങ്കിലും പേട്ടെ, തോറ്റ ആളെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട, ഒരു തോറ്റല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇപ്പോൾ ഇവിടെ എൻ്റെ ഓർമ്മയിൽ നല്ല മത്സരം കാഴ്ചവെച്ചത് സിന്ധു ജോയിയാണ്. സിന്ധു ജോയി എന്തോ ചെറിയ മാർജിനാണ്. അതെ അതെ, സിന്ധു ജയിക്കും എന്നുള്ള ടെമ്പോ വരെ ഉണ്ടാക്കി. സിന്ധു ജയിക്കുമായിരുന്നു. പാർട്ടിക്കാർ തന്നെ പാരവെച്ച് തോപ്പിച്ചതാ. പാർട്ടിക്കാർ തമ്മിൽ പാരവെച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗീയത കത്ത് നിൽക്കുന്ന സമയം. ഇപ്പോൾ ഈ VSൻ്റെ ചില പരിപാടികളിൽ ഇവർ പങ്കെടുത്തില്ല, സ്ഥാനാർത്ഥി പങ്കെടുത്തില്ല. അപ്പോൾ അതൊക്കെ വലിയ വിവാദമായി പലയിടത്തുമൊക്കെ സഞ്ചരിച്ചു. വിവേചനോട് ആഭിമുഖ്യമുള്ളവർക്ക് അങ്ങനെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളാണ് സിന്ധു എന്നുള്ളൊരു പ്രചാരവേലയുണ്ടായി. എന്നാൽ പോലും അവരൊരു പാർട്ടിക്കാരിയാണെന്നുള്ള, അത് ഫൈറ്റ് ചെയ്യുന്നൊരു പാർട്ടിക്കാരിയാണെന്നുള്ള ഇമ്പ്രഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ സാമാന്യം നല്ല മത്സരം കാഴ്ചവെച്ച് അവർ എന്തോ ചെറിയ ഭൂരിപക്ഷത്തിനാണ് മറ്റേതുപോലെ സിന്ധു ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. KV തോമസിനെ പോലത്തെ പ്രബലമായ കാൻഡിഡേറ്റുമായിട്ട് മത്സരിച്ചിട്ട് പിടിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റഡായ ആളുകളെ മുൻപിൽ നിർത്തിയാൽ ആൾക്കാർ വോട്ട് ചെയ്യും. അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ക്രിസ്റ്റി ഫെർണാണ്ടസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി ഇറങ്ങി നടന്നിട്ട് അതുകൊണ്ടൊന്നും ആളുകളുടെ വോട്ട് കിട്ടില്ല. ഏതാണ്ട് ഇതേപോലത്തെ ഒരു പ്രശ്നം, അതായത് ഈ ബൈ ഇലക്ഷൻ 6 മാസം മുമ്പേ അറിയാം, എന്നിട്ട് 6 മാസത്തിന് അവസാനം സ്ഥാനാർത്ഥിയുടെ സമയം വരുമ്പോൾ സ്ഥാനാർത്ഥിനെ തപ്പി നടക്കുന്ന എറണാകുളത്തെ സ്ഥിതിയാണ് ഈ അവിടെയും ഉള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി VSുമായിട്ടുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് യുദ്ധത്തിൽ VSനെ മലർത്തിയടിച്ച ആളാണ്. ഒരു പക്ഷേ അന്നത്തെ ആ യുദ്ധത്തിൽ വലിയൊരു പങ്ക് VSനാണ് ജനപ്രീതിയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ജനപ്രിയൻ VS ആയിരുന്നെങ്കിലും പിണറായിയാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്. പാർട്ടി അതോടുകൂടി പാർട്ടിക്കകത്ത നമ്പർ പക്ഷേ പിണറായിയുടെ കൂടെയായിരുന്നു, പാർട്ടിക്കാരുടെ കൂടെ തന്നെയായി. അപ്പോൾ ആ കാലം കഴിയുകയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഓർമ്മ അനുസരിച്ച് 79 വയസ്സായിട്ടുണ്ടാവും പിണറായിക്ക്. അതെ അതെ. പിന്നെ നമ്മുടെ പ്രായം യാഥാർത്ഥ്യമാണല്ലോ, ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇനി സ്ഥാനാർത്ഥിയെ ആലോചിച്ച് തുടങ്ങണം. അതിലാര് എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ ചർച്ച നടത്തേണ്ട അവർ തീരുമാനിക്കും. ഇപ്പം നോക്കുമ്പോൾ ചില ആളുകൾ വളരെ പെട്ടെന്ന് സർക്കാരിനും പാർട്ടിക്കുമെതിരെ പരോക്ഷമായെങ്കിലും വരുന്നുണ്ട്. ഒന്ന് തോമസ് ഐസക്കിൻ്റെ ഒരു സാന്നിധ്യം വല്ലാതെ സമീപ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാഷ് അവിടെ നിൽക്കുമ്പോൾ തോമസ് ഐസക്ക് ഒന്ന് എമേർജ് ചെയ്ത് വരാനുള്ള ശ്രമം നടത്തുന്ന പോലെ ഒരു ഫീല് ഉണ്ട്. പിന്നെ ഈ എല്ലാവരും പറയുന്നു പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രിയായിട്ടാണെങ്കിൽ അത് റിയാസ് ആയിരിക്കും എന്നുള്ളൊരു പ്രചാരവേല കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, അതിനകത്ത് സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഈ വോട്ട് ബാങ്കിൻ്റെ കണക്കെടുത്താൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ CPMൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള സമുദായം ഈഴവരാണ്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള സമുദായം ഈഴവരാണ്. അല്ല, അവരാണ് ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമുദായവും. ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു വികാരം വന്നാൽ ചിലപ്പോൾ കുറച്ച് മുസ്ലിം വോട്ടും കൂടെ. ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം പ്രീണനം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. അപ്പോൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന അനുകൂലമായി പണ്ട് പിണറായിയും VSും കൂടെയുള്ള അടി മൂർജിച്ചിരുന്ന കാലത്ത് ഞാനൊന്ന് മലയാളം വാരികളോട് കവർ ഷോ ചെയ്തിട്ടുണ്ട്. പാലൊളിയെ മുഖ്യമന്ത്രിയാക്കണം. ഞാൻ ഓർക്കുന്നു, പാലൊളിയെ മുഖ്യമന്ത്രിയാക്കണം. അത് അന്നൊരു തമാശയായിട്ട് ആൾക്കാർ കണ്ടെങ്കിലും പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊരു താല്പര്യമൊക്കെ പാലൊളിക്ക് വേണ്ടി സംഭവിച്ചു. എന്നുവെച്ചാൽ ഈ രണ്ടുപേരും അല്ലാത്ത ഒരാൾ എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു ആലോചനയൊക്കെ നടന്നു. പക്ഷേ ആ പേര് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. അത് കളിക്കാരും അപ്പോൾ ഗ്രൂപ്പ് യുദ്ധമൊക്കെ മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയൊക്കെ ഇനിയും അല്ല ചെയ്യാവുന്നൊരു പണിയുണ്ട് പാർട്ടിക്ക്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം VS ജയിച്ചാൽ VS മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ രണ്ടുപേരും മത്സരിച്ചു. VS ആയിരിക്കും എന്ന് കരുതി ജനം വോട്ട് ചെയ്തു. അപ്പോൾ പിന്നെ പിണറായി മുഖ്യമന്ത്രിയായി. ആരോ പറഞ്ഞ പോലെ VSന് അടിച്ച ലോട്ടറി ടിക്കറ്റ് പിണറായി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ടെമ്പോ ഉണ്ടാക്കി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാം. നേരത്തെ പറയാതിരുന്നാലും മതിയല്ലോ, അങ്ങനെയും ചെയ്യാം.
പക്ഷേ എനിക്ക് തോന്നുന്നില്ല CPM-ൻ്റെ ഒരു പാരമ്പര്യമൊക്കെ വെച്ചിട്ട് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വിരളമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ CPM ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു ഘടനാപരമായ ഒരു കെട്ടുറപ്പൊക്കെ കുറേയെങ്കിലും കുറേയൊക്കെ ശിഥിലമായെങ്കിലും ഇപ്പോഴും അവർ ഉള്ളതിൽ കേരളത്തിലുള്ളതിൽ ഒരു സ്ട്രോങ് ആയി നിൽക്കുന്നൊരു പാർട്ടിയല്ലേ. അപ്പോൾ ഇതിന് കേന്ദ്ര കമ്മിറ്റി PB ഇതിൻ്റെ എല്ലാം കൺസെൻറ്റ് വേണ്ടി വരും. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി, ഈ സ്റ്റേറ്റ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയൊക്കെ ആക്കുന്നതിൽ അവരുടെ ഒരു ഒപ്പീനിയനും കൂടെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും PB ഒക്കെ ചിലവ് കഞ്ഞി കുടിച്ച് കഴിയുന്ന കേരളത്തിൽ നിന്നുള്ള തൊട്ടുകൊണ്ടാണ്. അതെ അതെ അതെ, അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. അതൊരു പ്രധാന വിഷയം. യെച്ചൂരി ഇങ്ങോട്ട് വരണമെങ്കിൽ പിണറായി ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. ഒരു പ്രധാന വിഷയം തന്നെയാണ്. മാത്രമല്ല ഇവർക്ക് ഉള്ളൊരു വൈഭവവും അവർക്കില്ല. അതായത് ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റി യൂണിയനാണ്. അതെ, യൂണിവേഴ്സിറ്റി ഇലക്ഷനെ ജയിച്ചിട്ടുള്ളൂ, മത്സരിച്ചും ജയിച്ചിട്ടുള്ളൂ. കേന്ദ്ര സെക്രട്ടറി എന്നൊക്കെ പറയാന്നല്ലാതെ ഇപ്പം ഞാൻ ഇവിടെ ജനങ്ങൾക്കിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജയിച്ചു വന്നിട്ട് മത്സരിച്ചിട്ടുള്ളതൊക്കെ ഇവിടുത്തെ പാർട്ടിക്കാരാണ്. എനിക്കിപ്പോൾ EMS, BTR, അങ്ങനത്തെ ഒരു ടീമുണ്ടല്ലോ. മറ്റേ സുർജിത്ത്, ജ്യോതി ബസു അല്ല, അതിനേക്കാൾ കിട്ടുന്ന ഒരാളുടെ അവിടെ പാർട്ടി ബംഗാളിൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രമോദ് ആസൂത്ത. കല്യാണം കഴിക്കാത്ത ആൾ, ഒരു സഖാവിന് വെടിയേറ്റ് മരിച്ചപ്പോൾ പൊട്ടിക്കരയുന്നതൊക്കെ അത്രയും അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ സെക്രട്ടേറിയറ്റിലും പോയിട്ടില്ല. ഒരു ഭരണം ഉണ്ടായിരുന്ന കാലത്തും പോയിട്ടില്ല. അങ്ങനത്തെ ഈ പകുതി സന്യാസിമാരെ പോലത്തെ ത്യാഗികളായ മനുഷ്യരാണ്. അവരൊക്കെ ഇരുന്ന PB-യിലാണ് ഇപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ ഇവരിയ്ക്കുന്നതുകൊണ്ട് അതിന് തുല്യമായിട്ട് നമ്മൾ ആലോചിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് അവർക്കുണ്ട് പഴയ ഈ സെറ്റിലുണ്ടായിരുന്ന റേഞ്ച് ഇപ്പോൾ ഇവർക്കില്ല. എന്തായാലും പിണറായി മാറിയാൽ ഇമ്മീഡിയറ്റ് സാധ്യത കാണുന്ന ആൾക്കാരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമായിരിക്കും, അത് ഗോവിന്ദൻ മുഖ്യമന്ത്രിയാവുമോ? ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതിനൊരു തീർപ്പ് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥം ഊഹിക്കാം, നമുക്ക് ഗസ് ചെയ്യാം, വൈൽഡ് ഗസ്. കാരണം പിണറായി മാറിക്കഴിഞ്ഞാൽ, പിണറായി മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായി അധികാരമില്ലാത്ത ഒരു ദുർബലനായി മാറും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതോടുകൂടി പിണറായിയുടെ കൂടെ നിന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഒരാൾ വീട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ നിന്ന ആളുകളുടെ മുഴുവൻ ഗളച്ഛേദം നടത്തിയ പാർട്ടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും പിണറായിയുടെ ആളായി നിൽക്കുന്ന റിയാസിൻ്റെയും വീഴ്ച ആരംഭിക്കും. അല്ല, ഞാൻ ഇതിനകത്ത് കാണുന്നതേ ഇപ്പോൾ സ്വാഭാവികം ഇപ്പോൾ ഈ പിണറായിയുടെ പ്രായമൊക്കെ വെച്ചിട്ട് ആ നിലവാരത്തിലുള്ള ആളുകളിലേക്കായിരിക്കുമല്ലോ അന്വേഷണവും ചർച്ചയൊക്കെ നടക്കുന്നത്. എനിക്ക് പക്ഷേ ഒരു കൗതുകമുള്ളത്, ഈ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് EMS വരുമ്പോൾ എനിക്ക് തോന്നുന്നു 47-48 വയസ്സ് അദ്ദേഹത്തിനുള്ളൂ. എന്തുകൊണ്ട് ആ നിലവാരത്തിലുള്ള ആളുകളിൽ നിന്നൊരു അന്വേഷണം നടത്തിക്കൂടാ? ഇപ്പോൾ ഉള്ളവർ മന്ത്രിയായിരിക്കണവരൊന്നും ആയിരിക്കണമെന്നില്ല. സംഘടന കൊണ്ടു നടക്കാൻ പ്രാപ്തരായ കെൽപ്പുള്ള 50 വയസ്സിൽ താഴെയുള്ള 50 വയസ്സിൽ താഴെ ആ സമൂഹത്തെ വികാരപരമായി പ്രവർത്തിക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ഗോവിന്ദൻ, ജയരാജന്മാർ, തോമസ് ഐസക്ക്, ഇങ്ങനൊരു വമ്പൻ ശൈലജ, നേരത്തെ കഥ പറഞ്ഞ പോലെ ഇവർ ഒറ്റക്കെട്ടായിട്ട് അത് വരാതിരിക്കാൻ, അതാണ് ഇത്രയേ ഉള്ള വലിയ ഇപ്പോഴും ഒരു ഉടമ്പും തട്ടാതെ ആരോഗ്യപരമായും നിൽക്കുന്ന ഇവരെയൊക്കെ മറികടന്ന് ഒരു 50 വയസ്സിൽ താഴെയുള്ള ഒരാളെ കൊണ്ടുവരാൻ CPM അങ്ങനെ പറഞ്ഞാൽ തന്നെ റിയാസിന് വേണ്ടിയാണെന്ന് പറയും. ശരി, 47-48 വയസ്സെന്ന് അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ ആവുമായിരിക്കും ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ. അല്ല, നമ്മളിപ്പോൾ പിന്നെ വിജയരാഘവനുണ്ട്, രണ്ട് PB മെമ്പർമാരാണുള്ളത്. അല്ല, PB മെമ്പർമാരെ അല്ലാത്തവരാക്കിയാലും പിന്നീട് PB എടുത്താൽ മതി. അത്രയല്ലേ പലരുടെ കാശിലും അങ്ങനെയുള്ള കണ്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു വലിയ കേരളത്തിലൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം പൊതുവിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ പിടിച്ചു നിർത്താൻ വേണ്ടി തോമസ് ഐസക്കിനെ എന്തുകൊണ്ടാക്കിക്കൂടാ? അല്ല, നമ്മളിപ്പോൾ ഈ ജാതി ഇല്ല എന്നുള്ള മട്ടിലാണല്ലോ ഈ ചർച്ചകളിലൊക്കെ എല്ലാവരും സംസാരിക്കുന്നത്. കേരളത്തിൽ ജാതി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടർമാരെ നിർത്തുമ്പോഴൊക്കെ നല്ല നമ്മൾ നേരത്തെ രമേശ് ചേട്ടൻ്റെ സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ഒരു വോട്ടുള്ള പാർട്ടിയല്ല CPM. അതായത് എൻ്റെ പഴയ കണക്കനുസരിച്ച് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉള്ള ഓർമ്മ അനുസരിച്ച് ഒരു 3% ക്രിസ്ത്യാനികൾ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും.
പള്ളി പാർട്ടിക്കെതിരുമായിരുന്നു. അതുപോലെ ഒരു 3% മുസ്ലിങ്ങളും കാണും. ഇപ്പോൾ 3 എന്നുള്ളത് 4, 5 ഒക്കെ ആകാം, ആ ചെറിയ വ്യത്യാസമൊക്കെ വരാം. അവർ കമ്മിറ്റഡ് സഹാക്കളാണ്. അതായത് ക്രിസ്ത്യാനികളുടെ കഥ പറഞ്ഞാൽ പണ്ട് ഈ തെമ്മാഴിക്കുഴിയിൽ അടക്കം ആ തരത്തിലുള്ള ഒരു 3%, 5% ഒക്കെ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും നടക്കും. പക്ഷേ ഈ കോംപ്രമൈസ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പള്ളി പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കും എന്നൊരു തെറ്റിദ്ധാരണയിൽ പിന്നീട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ തൃക്കാക്കരയിലൊക്കെ നടന്നത് അങ്ങനെയാണല്ലോ. ഈ ഉമ്മയ്ക്കെതിരെ നിന്ന ഡോക്ടർ ഇതൊക്കെ പള്ളീനെയും കൂടെ ഹാപ്പി ആക്കാം. അപ്പോൾ എന്ത് പറ്റി? സാധാരണ 15,000 വോട്ടിന് തോക്കുന്ന സ്ഥലത്ത് 25,000 വോട്ടിന് തോറ്റു. അത് വേണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് നാട്ടുകാർ. കാരണം ഈ പള്ളിയും പാർട്ടിയും ബായി എന്ന് പറയുമ്പോഴേ ഹൃദയ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അല്ല, അത് 20,000 വോട്ടിന് തോറ്റു, അല്ലെങ്കിൽ 15,000 വോട്ടിന് നോക്കുമായിരുന്നു. അപ്പോൾ ഈ പള്ളി പാർട്ടി ബായി അതിലൊന്നും CPM-ന് ഇപ്പം ക്രിസ്ത്യൻ വോട്ടിന് വലിയ താല്പര്യമൊന്നും കാര്യമൊന്നും, മുസ്ലിം വോട്ട് കിട്ടിയാൽ മതി എന്ന തരത്തിലേക്ക് മാറി. മുസ്ലിം വോട്ട് കിട്ടുന്നതിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ സാധാരണ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഈ പാർട്ടിയിൽ യുദ്ധം നടക്കുന്ന കാലത്ത്, ഗ്രൂപ്പ് യുദ്ധം, പിണറായി VS ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന കാലത്ത് അന്ന് VS ഹിന്ദു ലീഡർഷിപ്പ് 2 പേർക്കും ഉണ്ട്. കൂടെ ആരെ കൂട്ടണം എന്നുള്ളതിന് ഈ കോസ്റ്റൽ ബെൽറ്റിലുള്ള മുഴുവൻ ഈ മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടുന്ന സ്ട്രാറ്റജിയാണ് VS എടുത്തത്. ഇവിടെ ശർമ്മ 2 ടൈം മന്ത്രിയായി, അപ്പുറത്ത് മേഴ്സിക്കുട്ടിയമ്മ അവർ മന്ത്രിയായത് പിന്നീടാണെങ്കിലും അവരൊക്കെ VS ഗ്രൂപ്പാണ്. ആ സെറ്റ് അങ്ങനെ കോസ്റ്റൽ ബെൽറ്റ് മുഴുവൻ. കോസ്റ്റൽ ബെൽറ്റ് പൊതുവേ കോൺഗ്രസിൻ്റെ ആണ്, പക്ഷേ അവിടെ നിന്ന് ഒരു ഇളക്കാൻ VS ശ്രമിച്ചു. അത് സാമാന്യം നന്നായിട്ട് സ്വാധീനമൊക്കെ ഉണ്ടാക്കി. അതിനെ കൗണ്ടർ ചെയ്തത് ഹിന്ദു ലീഡർഷിപ്പ് പ്ലസ് മുസ്ലിം എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് പിണറായി അത് കൗണ്ടർ ചെയ്തത്. അപ്പോൾ മുസ്ലിം വോട്ടർമാർ ലീഗിനെ കിട്ടില്ല, അപ്പോൾ പിന്നെ കിട്ടുന്ന ഗ്രൂപ്പുകളെ മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ കൂടെ കൂട്ടിച്ചേർക്കുക, അങ്ങനെ കൂട്ടിക്കൂട്ടി. അല്ല, അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടത് ഡോക്ടർ മുനീറിൻ്റെ ഭാഗത്താണ്. CPM-ൻ്റെ ഈ അന്ധമായ മുസ്ലിം പ്രീണനം കൊണ്ട് മുസ്ലിങ്ങൾ തന്നെ വെറുത്തുപോയി. ഒരാവശ്യമില്ലാതെ അവരുടെ കാര്യം ചേട്ടാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് CPM അങ്ങോട്ട് ചെല്ലുക. ഇത് കണ്ട് അവർ തന്നെ മടുത്തുപോയി. അന്ധമായ മുസ്ലിം പ്രീണനം CPM-ന് തിരിച്ചടിയായി എന്ന് മുനീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത്. അതല്ല, ഈ CPM കോൺഗ്രസ് ആകുന്നതും നാട്ടുകാർക്ക് ഇഷ്ടമല്ല, കോൺഗ്രസ് CPM ആകുന്നതും ഇഷ്ടമല്ല. ഈ 2 കൂട്ടർക്കും 2 പാർട്ടിയുടെ സ്പേസ് ഉണ്ട്. അത് നോട്ട് ബാങ്കും അതിൻ്റെതായ കമ്മ്യൂണിറ്റി ബാലൻസിങ് ഒക്കെ ഉണ്ട്. അതിന് അത് ക്രോസ് ഔട്ട് ചെയ്തിട്ട് അത് പിടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇതും പോവും. ഇപ്പം സംഭവിച്ചതാണല്ലോ. ഇപ്പോൾ വലിയ ആവേശത്തിൽ പ്രീണനവും പരിപാടിയൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് അത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ തർക്കങ്ങൾ. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന വോട്ടിലാണല്ലോ ചോർച്ച ഉണ്ടായത്. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായത്. മറ്റുള്ളവരുടെ വോട്ടും പോയിട്ടുണ്ടാകാം, പക്ഷേ ഇത് എവിഡൻ്റാണ് ആ പോക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങനെ നിൽക്കാതെ CPM-ൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്താണോ അതിനെയും കൂടെ ഹാപ്പി ആക്കിക്കൊണ്ട് കുറച്ചുകൂടെ ഈ ന്യായത്തിൽ ജീവിക്കുക, അത്യാവശ്യം കാര്യങ്ങൾ ഇടപെടുക, സമൂഹത്തിനൊരു വിശ്വാസ്യത ഉണ്ടാക്കുന്ന കേഡർമാരെ വളർത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ പലരെക്കുറിച്ചും അങ്ങനൊരു മതിപ്പ് സമൂഹത്തിലില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞൊരു നിർദ്ദേശം, പക്ഷേ ഞാൻ അപ്പം തള്ളിയെങ്കിലും ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നുന്നു. EMS-ന് 47 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 50 വയസ്സിൽ താഴെയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് CPM-ൻ്റേതായി വരാം. 50 വയസ്സൊക്കെ ഒരു പ്രാപ്തനായ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ പറ്റിയ പ്രായമാണ്. കാരണം ആ മന്ത്രിസഭ ഉണ്ടാക്കിയ അത്രയും വാർത്തയൊന്നും പിന്നീടൊരു മന്ത്രിസഭ ഉണ്ടാക്കി. ഏതായാലും CPM-ൻ്റെ ഭാഗമായി പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുകയും ഇപ്പോഴും പാർട്ടിയുടെ അനുഭാവപൂർവ്വം നിന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ നിരീക്ഷണം കൃത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. CPM-ന് ഇനി ഒരുപാട് കാലം സഞ്ചരിക്കാനുള്ള പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം CPM-ൽ വേണം എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞ് ഈ പറഞ്ഞതുപോലെ 50 വയസ്സിൽ താഴെയുള്ള ഒരു മുഖ്യമന്ത്രി പിണറായിക്ക് ശേഷം വരുമെന്ന് കരുതാം. ആ മുഖം ആരുടേതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും.